ഹായ്. അപ്പം ഞങ്ങൾ രാവിലെ എണീറ്റു. രാവിലെ ഒരു 4:30 ഞങ്ങൾ എണീറ്റു. ഇവിടെ തന്നെ ചായയൊക്കെ ഉണ്ടാക്കി ഞങ്ങൾ കുടിച്ചിട്ട് റെഡിയായി. ഞാനും ആയിരുന്നു കുളിച്ച് റെഡിയായി. പക്ഷെ കുഞ്ഞ് ഭയങ്കര ലേറ്റായിരുന്നു. ഇപ്പം തന്നെ 5:45. അവന് ഓൾറെഡി ലേറ്റായിട്ടാണ് ഉറങ്ങിയത്. അപ്പോൾ നേരത്തെ എണീറ്റപ്പോൾ അതിൻ്റെ ദേഷ്യവും കരച്ചിലും ഒക്കെ ആയിരുന്നു. അപ്പോൾ ഇപ്പോൾ കുളിപ്പിക്കാൻ കൊണ്ടുപോയിട്ടുണ്ട്. നല്ല ബഹളമായിരുന്നു. ഇനിയിപ്പോൾ അവനെ ഒരുക്കിയിട്ട് വേണം ഞങ്ങൾ പോകാൻ. അപ്പം ഞങ്ങൾ അമ്പലത്തിൽ പോകാൻ റെഡി ആയിട്ടുണ്ട്. ഇനി അവനും കൂടെ റെഡിയായ ഓക്കെ ആയി. അപ്പം ഞങ്ങൾ പോയിട്ട് വരാം. ഓക്കെ ബൈ. അപ്പം ഞങ്ങൾ അമ്പലത്തിൽ പോയിട്ട് വരാവേ. ടാറ്റാ ടാറ്റാ പറടാ. തൊഴുതൊക്കെ വന്നതിന് ശേഷമാണ് ഞങ്ങൾ ഫോണെടുത്ത് വീഡിയോസ് ഫോട്ടോസൊക്കെ എടുത്തു. അതിനുശേഷം ഞങ്ങൾ പഴവങ്ങാടി അമ്പലത്തിൽ പോയി. പിന്നെ ഞങ്ങളൊരു 6:30-ക്ക് കയറിയിട്ട് 7:30 ആയപ്പോൾ ഇറങ്ങി. കറക്റ്റ് 1 മണിക്കൂർ ഞങ്ങൾക്ക് സമയം വേണ്ടി വന്നു. ഒരുപാട് ക്യൂ ഒന്നും നിൽക്കേണ്ടി വന്നില്ല. പിന്നെ നട അടയ്ക്കേണ്ട ടൈമായപ്പോൾ ഞങ്ങളെ പെട്ടെന്ന് കയറ്റി വിട്ടു. പിന്നെ പ്രസാദമൊക്കെ അവിടെ നിന്ന് കിട്ടി. കഴിക്കാനുള്ള പായസം ഉണ്ടായിരുന്നു, അത് നമുക്ക് വാങ്ങിച്ച് കഴിക്കായിരുന്നു. പിന്നെ കുഞ്ഞ് ഞങ്ങൾ കയറി ഒരു 10 മിനിറ്റിനുള്ളിൽ അവൻ ഉറങ്ങി. തിരിച്ചു വരുന്നിടം വരെ അവൻ ഉറക്കമായിരുന്നു. ഒന്നും കണ്ടില്ല, വിളിച്ചിട്ട് പോലും അവൻ എണീറ്റില്ല. പിന്നെ രാവിലെ ഈ അന്തരീക്ഷത്തിൽ നിൽക്കാനായിട്ട് നല്ലൊരു എന്താ പറയുക, പ്രത്യേക ഒരു വൈബാണ് പത്മനാഭൻ്റെ മണ്ണിൽ ഇങ്ങനെ നിൽക്കാനായിട്ട്. അതും രാവിലെ വൈകിട്ടുമാണ് കൂടുതൽ രസം കേട്ടോ. പിന്നെ ഞങ്ങൾ അതുവഴി നേരെ നടന്ന് പഴവങ്ങാടിക്ക് പോയി. വളരെ കുറച്ച് ദൂരമല്ലേ ഉള്ളൂ. ഞങ്ങൾ രാമേന്ദ്രയുടെയൊക്കെ ആ റൂട്ട് തന്നെ നടന്ന് പഴവങ്ങാടിക്ക് വന്നു. പഴവങ്ങാടിയിലൊക്കെ ഒരുപാട് മാറ്റമായി, പണ്ടത്തെ പോലൊന്നും അല്ല. അമ്പലമൊക്കെ നവീകരിച്ചിട്ടുണ്ട്, ഇപ്പോൾ സൂപ്പറാക്കിയിട്ടുണ്ട് കേട്ടോ. പിന്നെ സൈഡിലൊക്കെ ഇങ്ങനെ തേങ്ങ ഒക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഹോട്ടൽ. ഞങ്ങൾ തിരിച്ച് ഹോട്ടലിലോട്ട് പോയി. ബ്രേക്ക്ഫാസ്റ്റ് ബൊഫേ ആയിരുന്നു. ഇഡലി, ദോശ, പാലപ്പം അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ മുട്ടക്കറി, കടലക്കറി, പിന്നെ ചമ്മന്തി, സാമ്പാർ, പിന്നെ സാമ്പാർ വട, പിന്നെ ചായ, കുറേ ഐറ്റം ഉണ്ടായിരുന്നു. എല്ലാം കഴിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഡ്രസ്സൊക്കെ മാറ്റി അവിടെ നിന്ന് ഇറങ്ങി ചെക്കൗട്ട് ചെയ്തു. അപ്പോൾ ഓക്കെ ബൈ.